രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മീഡിയകളിൽ കാണുന്ന ചർച്ചകൾക്ക് ന്യൂസ് 24-ൽ ഹാഷ്മി താജ് ഇബ്രാഹിം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അഭിമുഖം നടത്തിയത് അത് പുറത്തു വന്നതോടുകൂടി നമ്മുടെ പ്രേംകുമാറിനെ പോലെയുള്ള പിന്നെ അതുപോലെയുള്ള കുറേ ആളുകൾക്ക് ഭയങ്കരമായ അധാർമികത ചൊറിച്ചിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പൂർണ്ണമായും സത്യമല്ല എന്നൊരു ബോധ്യം ആ അഭിമുഖം കേട്ടപ്പോൾ എനിക്കും തോന്നി. കാരണം ഇതൊരു കൊണ്ടുപിടിച്ച് നടന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കണ്ണിലാരെ കണ്ടിട്ടുണ്ടോ അവരെ മുഴുവൻ ഭർഷിച്ച ഒരാളായി അല്ലെങ്കിൽ ശ്രമിച്ച ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങ് ചിത്രീകരിക്കുകയായിരുന്നു. വായ്മൊഴികളിലൂടെ കഥകളായി ഒരുപാട് സംഭവങ്ങൾ വാട്സപ്പിലൂടെ പ്രവഹിച്ചു. അവർക്കും അയച്ചിട്ടുണ്ട്. ആ വീട്ടിലും കയറാനൊക്കത്തില്ല, ഇന്ന നേതാവ് മിണ്ടാത്ത എന്താന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാര്യയെയും ഇവൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സംഗതികളായി. എന്നാൽ ഈ പറയുന്ന പ്രേംകുമാറൊക്കെ അടക്കമുള്ളവർ നീർച്ചാലിൽ ചാലിച്ച കനവുകൾ പോലെ എഴുതി പിടിപ്പിച്ച സംഗതികളൊക്കെ ആയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും സത്യമല്ല എന്ന് ഇന്നലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു അഭിമുഖത്തിലൂടെ ബോധ്യപ്പെട്ടു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പോലും ഒരാൾ കുറ്റവാളിയാണെന്ന് ശിക്ഷിക്കപ്പെടുന്നത് വരെ അയാളെ കേൾക്കാനും അയാൾക്ക് പറയാനും അയാൾക്ക് ഇടപെടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അയാൾക്ക് പറയാനുള്ള അവകാശമില്ലേ? ആ അവകാശം എവിടെയെങ്കിലും കിട്ടുമ്പോഴേക്കും ബഷീർ വള്ളിക്കുന്നും മറ്റൊരു എല്ലാം കൂടെ അങ്ങ് വെളുപ്പിക്കലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും പൂർവ്വകാല ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. വെളുപ്പിക്കാൻ ശ്രമിച്ചതും കുരുക്കാൻ ശ്രമിച്ചതും നികേഷിനോടൊപ്പം കൂടിയ ബഷീർ വള്ളിക്കുന്നിനെയും പിന്നെ പല വാർത്തകളും ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ച ബഷീർ വള്ളിക്കുന്നിനെയും പിന്നെ ഇങ്ങനെ എഴുതുന്ന പ്രേംകുമാറിൻ്റെയും ഒക്കെ താല്പര്യങ്ങൾ നമുക്കറിയാവുന്നതല്ലേ. പിന്നെ ശശി തരൂരിനെ പോലെ ഇപ്പം വന്നാൽ ഒരു കുഴപ്പവുമില്ല, തുറന്ന് ചർച്ച നടത്താമെന്ന് LDF കൺവീനർ അടക്കമുള്ളവർ പറഞ്ഞ CPM-ലേക്ക് മാറാൻ പോകുന്നു എന്ന് പറഞ്ഞ ശശി തരൂരിൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് മെഹർ തരാറിനെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ച് വല്ലാതെ വിരളി പൂണ്ട് വിറച്ച് ചൊറിഞ്ഞ് മരിച്ച കൈരളി TV ചാനലിൻ്റെ ആളിനെ പിന്നെ ധാർമ്മികത ആരും വിചാരണ ചെയ്യുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളിന് അഭിമുഖം നടത്തിയപ്പോഴത്തേക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമും ശ്രീകണ്ഠൻ നായരും കൂട്ടിക്കൊടുപ്പുകാരനും മറ്റേതു റിപ്പോർട്ടർ ചാനലാണ് ആസൂത്രിതമായി ഇതിന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നത് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലും അറിയാം, എല്ലാവർക്കും അറിയാം. അവിടെ നിന്നാണല്ലോ ആ കിളിക്കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേട്ടത് നമ്മുടെ അരുൺകുമാർ. പ്രേംകുമാർ പറഞ്ഞിരിക്കുന്നത് മുൻകാല ബന്ധങ്ങളെല്ലാം മൂടിവെച്ചെങ്കിലും ആ മൂടിവെച്ച ബന്ധങ്ങളെല്ലാം തുറന്നു വന്നു. അങ്ങനെ നിങ്ങൾക്കൊക്കെ ആരെല്ലാമായിട്ട് ബന്ധമുണ്ട്? അതുകൊണ്ട് അയാൾ നിങ്ങൾ എവിടെങ്കിലും ഒരു മാധ്യമത്തിൽ ജോലി ചെയ്താൽ ആ പറയുന്ന മാധ്യമത്തിൽ ഒരാളുടെ ഒരു വാർത്ത വന്നു പോയാൽ